ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ, നമ്മളിതാ കുറച്ച് കപ്പയൊക്കെ പറിക്കാൻ പോവാട്ടോ. നമ്മൾ ഓണത്തിൻ്റെ അവധിക്ക് നമ്മൾ ഇതാ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നാട്ടിൽ വന്ന് നമ്മുടെ സ്വന്തം കപ്പ പറിക്കാൻ ഞങ്ങൾ പോവാട്ടോ. അപ്പോൾ ഇതാ കപ്പ പറിക്കാൻ പോണതിൻ്റെ ഭയങ്കര സന്തോഷം കേട്ടോ. ഷാമിയൊക്കെ ഞങ്ങളിതാ അങ്ങനെ കപ്പയൊക്കെ ഇങ്ങനെ പറിക്കും കേട്ടോ. കപ്പ പറിച്ച് കഴിയുമ്പോഴത്തേക്കിന് കപ്പ എനിക്ക് വേണം, എൻ്റെ കയ്യിൽ പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കി അവസാനം ഞാനൊരു കപ്പയൊക്കെ 2 വലിയ കപ്പയാട്ടോ പറിച്ചത്. കപ്പയൊക്കെ എന്നിട്ട് പറിച്ച് ഷാമിയുടെ കയ്യിൽ കൊടുത്തു കേട്ടോ. കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പിടിക്കാനായിട്ട് പറ്റുന്നില്ല, നല്ല വെയിറ്റ്. ആളെ കഴിഞ്ഞ് നല്ല നീളമുള്ള കപ്പയായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് വേണ്ട, കപ്പയൊക്കെ കയ്യിൽ കൊടുത്ത് അതൊക്കെ കയ്യിൽ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട. എന്നിട്ട് പിന്നെ ഞങ്ങളിതാ കപ്പയൊക്കെ പറിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഞാനത് ഇങ്ങനെ കപ്പയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് നല്ല കപ്പ നന്നായിട്ട് കൊത്തി ഞുറുക്കി നല്ല കപ്പ വേവിച്ചതുണ്ടാക്കി കേട്ടോ. അപ്പം അതായത് നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. നല്ല വിറകടുപ്പിലാട്ടോ കപ്പയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ഗ്യാസിലൊക്കെ വെക്കുന്നതിൽ നല്ല ടേസ്റ്റ് ആയിരിക്കത്തില്ലേ നമ്മുടെ വിറകടുപ്പിൽ നമ്മൾ കപ്പയും എന്ത് സാധനം ഉണ്ടാക്കിയാലും. അങ്ങനെ കപ്പയുടെ കൂടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയുടെ വീഡിയോ എടുക്കാനും കാണിക്കാനും ഒന്നും പറ്റിയിട്ടില്ലേ. കപ്പ വേവിക്കുന്ന ഒരു ചെറിയ കുഞ്ഞു വീഡിയോ മാത്രം എടുത്ത് നിങ്ങളെ കാണിച്ചതാട്ടോ. അപ്പോൾ കപ്പയൊക്കെ അടുപ്പിലിരുന്ന് നന്നായിട്ട് തിളച്ച് പിന്നെ കപ്പയ്ക്ക് അരപ്പ് നല്ല കാന്താരിമുളക്, ഉണക്ക കാന്താരിമുളകാട്ടോ അരയ്ക്കുന്നത്. പച്ച കാന്താരിനെ കഴിഞ്ഞൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണങ്ങിയ കാന്താരിമുളക് കപ്പയ്ക്ക് അരയ്ക്കുന്നത്. അപ്പോൾ കപ്പയ്ക്ക് ഉള്ള അരപ്പൊക്കെ അങ്ങ് റെഡിയാക്കിയിട്ടോ. പിന്നെ കപ്പയൊക്കെ വെന്തൂറ്റി അരപ്പൊക്കെ അടുപ്പിലിട്ട് നന്നായിട്ട് ഇളക്കി എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കപ്പ വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.